2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 8-ന് കിങ്സ്റ്റൺ ഓവൽ ബാർഡേഴ്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഒരു മാസക്കാലത്തെ ക്രിക്കറ്റ് ആവേശത്തിന് കൊടിയിറങ്ങാൻ ഇനി ഒരു മത്സരത്തിന്റെ ആയുസ് മാത്രം. ഫൈനൽ മത്സരത്തിനായി തയ്യാറെടുക്കുന്ന ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും കിരീട നേട്ടം വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം കുറിക്കുവാനുള്ള അവസരം കൂടിയാണ്. 2013-ലാണ് ഇന്ത്യ അവസാനമായി ഒരു പ്രധാന ടൂർണമെന്റിൽ കിരീടമുയർത്തുന്നത്. കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പിൽ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് മുൻപിൽ അടിപതറി. ദക്ഷിണാഫ്രിക്ക 35 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു പ്രധാന ടൂർണമെന്റിന്റെ ഫൈനലിലെത്തുന്നത്. പലതവണ നോക്കൌട്ട് ഘട്ടങ്ങളിൽ പുറത്തായ ടീമിനെ കണ്ണീരോടെ നോക്കി നിന്ന ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ഫൈനലിസ്റ്റുകൾ എന്ന വിളിക്കപ്പുറം ലോക കിരീടം തന്നെ വേണം. ടൂർണമെന്റിൽ പരാജയമറിയാതെയാണ് ഇരു ടീമും കിരീടത്തിനായി പേടണിയുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ബാറ്റിംഗിലും നീലപ്പടയുടെ നായകൻ. അവസരത്തിനൊത്ത് എല്ലാ താരങ്ങളും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് റോളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന വിരാട് കോഹ്ലിയുടെ പ്രകടനം ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും ടീം ക്യാപ്റ്റനും പരിശീലകനും അവസാന മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. ബുംറ നയിക്കുന്ന ബോളിംഗ് നിര പിച്ചിൽ അപകടം വിതയ്ക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യയെ നേരിടാനൊരുങ്ങുന്ന ദക്ഷിണാഫ്രിക്ക ബൌളിംഗിലും ബാറ്റിംഗിലും മികവ് തെളിയിച്ചവരാണ്. നായകൻ മക്രത്തിന്റെ നേതൃത്വത്തിൽ ബാറ്റിംഗിൽ വെടിക്കെട്ട് തീർക്കുന്ന ടീമിൽ ഏത് ബാറ്റർമാരെയും തകർക്കുവാനുള്ള ബൌളർമാരും സുശക്തമാണ്. ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക എന്ന പുതിയ പേര് ചേർക്കപ്പെടുമോ, അതല്ലെങ്കിൽ 2007-ൽ ധോണി ഉയർത്തിയ നേട്ടം രോഹിത്തിന് വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുമോ എന്നതറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.